ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വൈറ്റ് കടല ഓൾറെഡി ഒരു 8 മണിക്കൂർ അത് കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തഹിനി പേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് എള്ള് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പൊടിയാണെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. പൊടി കയ്യിലുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ആവശ്യത്തിലുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടുള്ളൂ. വെള്ളം കൂടി പോവരുത്, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ പുളിയും ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടി ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഡിപ്പായിട്ടും അതുപോലെ തന്നെ സ്പ്രെഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്